ഹായ്, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഒരു യൂണിവേഴ്സ് നമ്പറിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ കൂടുതൽ നീട്ടി വലിക്കുന്നില്ല, കാരണം കുറേ കമന്റ് വരാൻ തുടങ്ങി, ഒരുപാട് നീട്ടി വലിക്കുന്നതുകൊണ്ട്. അപ്പോൾ കാര്യത്തോട് നമുക്ക് കിടക്കാം. അപ്പോൾ യൂണിവേഴ്സൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 369 369. അതെല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ച് എങ്ങനെയാ അത് ചെയ്യുന്നത്, യൂസ്ഫുൾ ആക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാം. എന്നാലും ജസ്റ്റ് ഞാൻ ഒന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ 369 അതായത് 369. അപ്പോൾ ഈ നമ്പർ പറഞ്ഞാൽ നല്ല ശക്തിയുള്ള, പ്രപഞ്ച ശക്തിയുള്ള യൂണിവേഴ്സ് നമ്പറാണ്. എല്ലാ നമ്പറിനും അതിൻ്റെതായ ശക്തിയുണ്ട്. പക്ഷെ അത് നമ്മുടെ മനസ്സിലോട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നത് നമ്മുടെ കഴിവ് പോലെയായിരിക്കും, നമ്മുടെ വിശ്വാസം പോലെയായിരിക്കും. വെറും വിശ്വാസം ഉള്ളത് കൊണ്ട് മാത്രം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കണമെന്നില്ല. നമ്മൾ അതിനു വേണ്ടി കുറച്ച് പ്രയത്നിക്കുകയും, ഞാൻ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ചൊക്കെ നമ്മുടെ കയ്യിലും വേണം. അപ്പോൾ പിന്നെ ബാക്കി ദൈവത്തിന്റെ കയ്യിൽ എന്ന് പറയില്ലേ, നമ്മളും അതേപോലെ മാനിഫെസ്റ്റേഷൻ ചെയ്താൽ നമുക്കും ലഭിക്കും. താൻ ബാധി ദൈവം ബാധി എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഞാൻ കാര്യം നമ്മൾ പറഞ്ഞ 369. അപ്പോൾ അത് നല്ല നല്ല എഫക്റ്റീവായ യൂണിവേഴ്സ് നമ്പറാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഒരു രീതിന് 2 രീതി പറഞ്ഞുതരാം. അതിലേതാണോ നിങ്ങൾക്ക് സിമ്പിള് അത് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഒന്നാമത്തെ ഫസ്റ്റത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നമ്മുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വേണം എഴുതാൻ കേട്ടോ. 3 പ്രാവശ്യം എഴുതാം. രാവിലെ ഉറങ്ങി എണീച്ച ശേഷം നല്ലൊരു ഫ്രഷായി മൈൻഡിൽ നമ്മൾ 3 പ്രാവശ്യം ഉറങ്ങി എണീച്ചത് എഴുതുക. 3 പ്രാവശ്യം എന്താണ്, ഇപ്പം നിങ്ങൾക്ക് എന്താണ് ഒരു ജോലിയാണെങ്കിൽ, എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പോൾ ഒരു ജോലിയാണെങ്കിൽ എനിക്ക് ആ ജോലി ലഭിച്ചതിന് നന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എഴുതാം. 3 പ്രാവശ്യം എഴുതിയാൽ മതി. പിന്നെ അത് കഴിഞ്ഞ് അത് വിട്ടുകളയാം. പിന്നെ അതേപോലെ തന്നെ ഉച്ചയ്ക്ക് നമ്മൾ എഴുതണം. 6 പ്രാവശ്യം എഴുതണം കേട്ടോ. ഉച്ചയ്ക്ക് 6 പ്രാവശ്യം അത് എഴുതണം. പക്ഷെ ഉച്ചയ്ക്ക് 6 പ്രാവശ്യം എഴുതുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. രാവിലെ 3 പ്രാവശ്യം എഴുതുമ്പോൾ നമ്മുടെ ആഗ്രഹം, ഇപ്പോൾ ജോലിയാണെങ്കിൽ അത് കിട്ടിക്കഴിഞ്ഞു എന്നുള്ള ഒരിതിൽ എഴുതുക. ഭയങ്കര സന്തോഷത്തോടുകൂടെ തന്നെ എഴുതണം. പിന്നെ രണ്ടാമത്തെ നമ്മൾ ഉച്ചയ്ക്ക് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ജോലിയിലൊരു കയറ്റം, നമുക്ക് ജോലിയിലൊരു പ്രൊമോഷൻ കിട്ടി, അങ്ങനെ എഴുതണം. ജോലിയിൽ പ്രൊമോഷൻ കിട്ടി ആ ഒരു രീതിയിൽ എഴുതുക. പിന്നെ വൈകുന്നേരം നമ്മൾ എഴുതുമ്പോൾ അവിടുന്ന് കുറച്ചൊരു സാലറി എനിക്ക് കൂടുതൽ കിട്ടി, ആ പ്രൊമോഷനിലും വെച്ച് ഏറ്റവും കൂടുതൽ കുറച്ച് സാലറി കൂടുതൽ കിട്ടി. അപ്പൊ എനിക്ക് അതിന് പ്രപഞ്ചത്തോട് ഒരുപാട് നന്ദിയുണ്ട്, യൂണിവേഴ്സിനോട് ഒരുപാട് നന്ദിയുണ്ട്. ആ എഴുതുമ്പോൾ നമുക്ക് ആ ഒരു ഹാപ്പിനെസ്, സന്തോഷം വരണം. നമുക്ക് സന്തോഷം വരും. സന്തോഷം നല്ല മനസ്സിൽ നല്ല ഒരു സംതൃപ്തിയായ സന്തോഷത്തോടുകൂടെ തന്നെ ഇത് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് ചെയ്യുന്ന രീതി. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ 3 തവണ എഴുതാൻ ചിലവർക്ക് പറ്റില്ല. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം ഒരിക്കലും ഒരു ഹൗസ് വൈഫായ അമ്മയ്ക്ക് ചിലപ്പോൾ എങ്ങോട്ടെങ്കിലും പോകേണ്ടി വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിരക്കുണ്ടാവും. അതുപോലെ തന്നെ ജോലിയുള്ള ആൾക്കാരാണെങ്കിൽ ജോലിക്ക് പോകും. ഈ രാവിലെ ഉച്ചയ്ക്ക് നമുക്ക് എഴുതാൻ ഒരിക്കലും നടക്കില്ല. അത് നടക്കാത്ത കാര്യമാണ്. രാവിലെയും വൈകുന്നേരം ഒക്കെ, ഉച്ചയ്ക്ക് തീരെ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി വേറൊരു ട്രിക്ക് ഞാൻ ഒന്ന് പരീക്ഷിച്ചു നോക്കി. അപ്പൊ അത് കുഴപ്പമില്ല കേട്ടോ. റിസൾട്ട് ചെറുതായി കണ്ടുവരുന്നുണ്ട്. അപ്പൊ അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം, ആ രീതിയും കൂടി. ആ രീതി എന്ന് പറഞ്ഞാൽ, നമ്മൾ എപ്പോഴാണോ നമ്മുടെ മനസ്സ് റിലാക്സ് ആയിരിക്കുന്ന സമയത്ത്, രാവിലെ ആണെങ്കിൽ രാവിലെ, ഉച്ചയ്ക്കാണെങ്കിൽ ഉച്ചയ്ക്ക്, വൈകുന്നേരം ആണെങ്കിൽ വൈകുന്നേരം. ഞാൻ വൈകുന്നേരം എഴുതിയത് കാരണം എനിക്ക് വൈകുന്നേരമാണ് ടൈം. അപ്പൊ വൈകുന്നേരമാണ് എനിക്ക് ഏറ്റവും സേഫായ ഒരു മനസ്സിക്ക് ഒരു സന്തോഷമൊക്കെ ഉള്ള ഒരു സമയം. അപ്പം ഞാൻ എഴുതിയിട്ട് മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആയ ഒരു സമയത്താണ് ഞാൻ എഴുതിയത്. വൈകുന്നേരം ഒരു 8:30-9 മണിയാകുമ്പോൾ ഞാൻ ഉറങ്ങാൻ പോകുമ്പോഴാണ് ഞാൻ എഴുതിയത്. അപ്പൊ അതെങ്ങനെ എഴുതി ഞാൻ പറഞ്ഞുതരാം. എനിക്ക് 800 വാച്ച് അവർ ലഭിച്ചതിന് ഒരുപാട് നന്ദി പറഞ്ഞിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് എഴുതിയതിന് ശേഷം ഞാൻ 3 പ്രാവശ്യം എഴുതിട്ടോ. അത് എഴുതിയതിന് ശേഷം പിന്നെ താഴെ 6 പ്രാവശ്യം ഞാൻ എഴുതിയത്. എനിക്ക് 1000 വാച്ച് അവർ, എനിക്ക് 1000 വാച്ച് അവർ യൂട്യൂബ് ചാനലില് വീഡിയോയില്
ലഭിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. പ്രപഞ്ചത്തോട് നന്ദിയുണ്ട്. ഞാൻ ഒരുപാട് സന്തോഷത്തോടെ തന്നെ എഴുതിയത്. അങ്ങനെ അത് 6 പ്രാവശ്യം ഞാൻ എഴുതിട്ടോ. ഞാൻ കൂടുതൽ എഴുതിയില്ല, 6 പ്രാവശ്യമാണ് എഴുതിയത്. പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം നമ്മ അതിന്റെ 3, 6, 9 ആണല്ലോ. അപ്പൊ 9 പ്രാവശ്യം എഴുതിയത്. എന്റെ യൂട്യൂബ് ചാനലിൽ എനിക്ക് 1500 വാച്ച് അവർ കിട്ടിയതിന് ഒരുപാട് നന്ദി. സന്തോഷത്തോടുകൂടി തന്നെ, മനസ്സിൽ ഒരുപാട് സന്തോഷത്തോടുകൂടി തന്നെയാണ് ഞാൻ ചെയ്തത്. അതിനുള്ള റിസൾട്ട് എനിക്ക് കിട്ടിത്തുടങ്ങി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞത്. ഈ 2 ട്രിക്ക് ഉണ്ട്. ഫസ്റ്റ് ട്രിക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന രീതിയാണ്. പക്ഷെ ചിലവർക്ക് അത് ചെയ്യാൻ പറ്റില്ല. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ആയതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സെക്കൻഡ് ട്രിക്ക് എന്നാണ് എല്ലാവർക്കും, എനിക്ക് തോന്നുന്ന എല്ലാവർക്കും ഉപകാരം. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ 100% ഉറപ്പാണ് എനിക്ക് റിസൾട്ട് കിട്ടിത്തുടങ്ങി. അതുപോലെ തന്നെ നിങ്ങൾക്കും കിട്ടിത്തുടങ്ങും. അപ്പൊ ഞാനൊക്കെ ഒരു ചെറിയ ആഗ്രഹങ്ങളാണ് ഞാൻ ഇപ്പോഴും എഴുതാറ്. 2 വലുതായിട്ടൊന്നും എഴുതാറില്ല കേട്ടോ. എന്റെ ഏറ്റവും വലിയ അംബീഷൻ ആഗ്രഹം, എനിക്ക് സ്വയമായിട്ടൊരു വരുമാനം വേണം, സ്വന്തമായിട്ടൊരു 10 രൂപ സമ്പാദിക്കണം. അത്ര എനിക്ക് ആഗ്രഹമുള്ളൂ. വേറെ കൂടുതൽ ആഗ്രഹങ്ങളൊന്നും ഇപ്പൊ തൽക്കാലം ഇല്ല. ഇനിയൊരു കാര്യം വിട്ടുപോയി പറയാൻ, ഇത് ചെയ്യേണ്ടത് 21 ദിവസം ചെയ്യണം കേട്ടോ. 21 ദിവസം കണ്ടിന്യൂസ് ആയി ചെയ്യാൻ നിങ്ങളുടെ ആഗ്രഹങ്ങള്. അപ്പൊ അത് ഉറപ്പായാലും സാധിച്ചു കിട്ടും. പിന്നെ വിശ്വസത്തോടുകൂടെ തന്നെ ചെയ്യാട്ടോ. മനസ്സിൽ ആ ഒരു സന്തോഷം, എന്താണോ വീടാണെങ്കിൽ വീട്, അതിലുള്ളിലൊക്കെ നമ്മ ഇരിക്കുന്നതും കയറുന്നതും, ജോലിയാണെങ്കിൽ ജോലിക്ക് പോകുന്നത്, അത്രയും നമ്മ സന്തോഷിക്കണം. സന്തോഷിച്ചിട്ട് എഴുതിയാൽ മാത്രം കിട്ടും. മനസ്സിന് അത്രയും നമ്മൾ ഉൾക്കൊള്ളിച്ച് നമ്മ അതിൽ ആ ഒരു സ്വപ്നത്തിൽ ജീവിക്കണം. എന്നാൽ മാത്രം നിങ്ങളുടെ ആഗ്രഹം സാധിക്കുകയുള്ളൂ. അപ്പൊ ഇത് 21 ദിവസം കണ്ടിന്യൂസ് ആയി ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായാലും 21 ദിവസം ഒന്നും വേണ്ട, അതിന്റെ മുന്നേ തന്നെ നിങ്ങളുടെ ആഗ്രഹം എന്തായാലും സാധിച്ചു കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്പർ മറക്കരുത് കേട്ടോ, 369. അപ്പൊ അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ.